തൃശൂർ അതിരപ്പള്ളിയിലെ അരയങ്കാപ്പ് വീരാങ്കുടി ആദിവാസി ഉന്നതി നിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. 10 ദിവസത്തിനുള്ളിൽ അടിയന്തര ഉന്നതതല യോഗം ചേരുമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ എ തുളസി വ്യക്തമാക്കി. അരയങ്കാപ്പ് വീരാങ്കുടി ഉന്നതികളിൽ നിന്ന് കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് കശുമാവിൻ തോട് സ്ഥലത്ത് ഷെഡ് വെച്ച് താമസിക്കുന്നവരെ സന്ദർശിക്കാനെത്തിയതായിരുന്നു മന്ത്രി. അരയക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥവും സജീവവുമായ ഇടപെടലുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കേവലം പ്രഖ്യാപനങ്ങളിലും വാഗ്ദാനങ്ങളിലും ഒതുങ്ങാതെ ജനങ്ങൾക്ക് സഹായം കൃത്യമായി എത്തിക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ പ്രാഥമിക ലക്ഷ്യവും ഉത്തരവാദിത്വവുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ വിഷയങ്ങളിൽ കൃത്യമായ അവലോകനങ്ങളും തുടർ നടപടികളും ഉണ്ടാകുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അവിടെ വാസയോഗ്യമല്ല, വന്യമൃഗശല്യം കാരണം അവിടെ തീരെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും മുൻകാലങ്ങളിൽ അങ്ങനെ തട്ടിക്കളിച്ചതുപോലെ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ തട്ടിക്കളിക്കുന്ന ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല. ജനങ്ങളുടെ പ്രയാസവും വേദനയും കാണുമ്പോൾ നമ്മൾ സുരക്ഷിതമായിട്ടുള്ള വീടിനകത്ത് കിടന്നാലും നമുക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ കഴിയില്ല. നമ്മളൊരു വീടിനകത്ത് ഇരുന്നാലും നമ്മുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് അടിയന്തരമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാരാങ്കോട് 47 കുടുംബങ്ങളാണ് ഷെഡ് കെട്ടി താമസിക്കുന്നത്. അരയക്കാപ്പ് ഉന്നതിയിൽ നിന്ന് 37 കുടുംബങ്ങളും വീരാങ്കുടി ഉന്നതിയിൽ നിന്ന് 10 കുടുംബങ്ങളുമാണ് മാരാങ്കോട് ഇപ്പോൾ താമസിക്കുന്നത്. മാരാങ്കോട് താമസിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുടെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളും അവർ നേരിടുന്ന മറ്റു വെല്ലുവിളികളും മന്ത്രി ഉന്നതിയിലുള്ളവരോട് നേരിട്ട് ചോദിച്ചറിഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA, വിവിധ ജനപ്രതിനിധികൾ, റവന്യൂ വനവകുപ്പ്, ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.